അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദ ട്രാൻസ്പോസ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് മെട്രിസസ്. തന്നിട്ടുള്ള എല്ലാ മെട്രിസസിന്റെയും ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ. സോ ആദ്യത്തെ നമുക്ക് എന്ത് മെട്രിക്സ് തന്നിരിക്കുന്നത്? ഒരു കോളം മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഒരു കോളം മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു റോ മെട്രിക്സ് ആയിരിക്കും. ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറഞ്ഞാൽ റോയിനെ കോളമായിട്ടും കോളത്തിനെ റോ ആയിട്ടും എഴുതുന്നതിനെയാണ് ട്രാൻസ്പോസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സ് ആയിരിക്കും. അതെങ്ങനെയായിരിക്കും? 5, അടുത്ത ഏതായിരിക്കും? 1/2 -1. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ചോദ്യം, അതിന്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ത് തന്നെയായിരിക്കും? 2/2 തന്നെയായിരിക്കും. ട്രാൻസ്പോസ് മെട്രിക്സ് എങ്ങനെയായിരിക്കും വരുന്നത്? നോക്കിക്കേ, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളമായിട്ട് ഇവിടെ ആക്ട് ചെയ്യും. 1 -1. അടുത്ത് സെക്കൻഡ് റോ എന്ന് പറയുന്നത് എന്തായിട്ട് ആക്ട് ചെയ്യും? സെക്കൻഡ് കോളമായിട്ട് ആക്ട് ചെയ്യും. അടുത്ത് മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ, അതൊരു 3/3 മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും വരുന്നത്? സെയിം നമ്മൾ ഈ ചെയ്തതുപോലെ തന്നെയാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അപ്പൊ അതെങ്ങനെയായിരിക്കും വരുന്നത്? ഒന്ന് എഴുതി നോക്കിക്കേ. -1 5 6. അടുത്ത് √3 5 6. 5 6 തന്നെ രണ്ടെണ്ണം വന്നു. ഓക്കെ, അടുത്ത് 2 3 -1. നോക്കിക്കേ, ഞാൻ അടുത്ത് റോയിനെ കോളമാക്കി എഴുതി. അപ്പോ ആ കോളത്തിന് എന്ത് സംഭവിച്ചു? -1 √3 2 -1 √3 2 5 5 3 5 5 3 6 6 -1 6 6 -1 അല്ലേ? അപ്പോ കോളം റോ ആയിട്ട് മാറി. ഇങ്ങനെ മാറ്റി എഴുതുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇഫ് A ഈക്വൽസ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ആൻഡ് B ഈക്വൽസ് എന്ന് പറഞ്ഞ മറ്റൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. രണ്ടും എന്ത് മെട്രിക്സ് ആണ്? 3/3 മെട്രിക്സ് ആണ്. അപ്പൊ രണ്ടും ഓരോ സ്ക്വയർ മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞേ? then verify that A plus B the whole transpose equals A transpose plus B transpose. നമ്മൾ പ്രോപ്പർട്ടീസ്, ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് A plus B the whole transpose എന്ന് പറയുന്നത് എന്താണ്? A transpose plus B transpose ആണ്. ആ ഒരു സാധനം വെരിഫൈ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെരിഫൈ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ വിശദീകരിച്ച് പ്രൂഫായിട്ട് എഴുതാനോ കാര്യങ്ങളോ ഒന്നുമല്ല, നമുക്ക് തന്നിട്ടുള്ള എക്കും ബിക്കും ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് അത് ഫാൾസ് ആകാൻ ചാൻസ് ഉണ്ട്. ഇത് എല്ലാവർക്കും ട്രൂ ആണ്. ചിലപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനം വേറെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഫോൾസ് ആകാൻ സാധ്യതയാണ്. അപ്പൊ നമ്മൾ ഇന്നതിന് ഫോൾസ് ആണ്, അപ്പൊ ഇത് എപ്പോഴും ശരിയല്ല എന്നൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. വെരിഫൈ എന്ന് പറയുമ്പോൾ ഈ തന്നിട്ടുള്ള എക്കും ബിക്കും ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എയിലും ബിയിലും ആദ്യം LHS എടുക്കുക, എന്നിട്ട് എക്കും ബിക്കും ഈ വാല്യൂ ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക, LHSന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ RHS എടുക്കുക, എക്കും ബിക്കും ഇതുപോലെ ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. LHSലും RHSലും കിട്ടിയ ആൾക്കാർ സെയിം ആണോ അല്ലയോ അത്ര മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അത് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് LHSൽ എന്താ നമുക്ക് ആവശ്യം? A plus B the whole transpose ആണ്. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A plus B കണ്ടുപിടിക്കണം. A plus B എന്ത് മെട്രിക്സ് ആയിരിക്കും മക്കളെ? ഇതൊരു 3/3 ആണ്, ഇതൊരു 3/3 ആണ്. അപ്പൊ A plus B എന്ത് തന്നെയായിരിക്കും? ഒരു 3/3 മെട്രിക്സ് ആയിരിക്കും. എങ്ങനെയായിരിക്കും? അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. -1 plus -4 -5 2 plus 1 3 3 plus -5 -2 5 plus 1 6 7 plus 2 9 9 plus 0 9 -2 plus 1 -1 2 1 plus 3 4 1 plus 1 2. അപ്പൊ എന്ത് കിട്ടി? A plus B എന്ന് പറയുന്നത് -5 3 -2 6 9 9 -1 4 2. അങ്ങനെയാണെങ്കിൽ A plus B the whole transpose എങ്ങനെയായിരിക്കും വരുന്നത് മക്കളെ? A plus B the whole transpose എന്താണ്? ഈ കിട്ടിയ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ട്രാൻസ്പോസ് എടുത്താൽ എന്ത് വരും? -5 6 -1 3 9 4 -2 9 2.
ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. നമ്മളുടെ ഇവിടെ LHS നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ആവശ്യം? RHS ആണ് ആവശ്യം. ഇനി നമുക്ക് എന്താ ആവശ്യം? RHS ആണ് ആവശ്യം. RHSന് ആദ്യം എന്ത് വേണം? A ട്രാൻസ്പോസും വേണം, B ട്രാൻസ്പോസും വേണം. അപ്പൊ എങ്ങനെ വരും? ആദ്യം A ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താ? Aന്റെ ട്രാൻസ്പോസ്. എങ്ങനെ വരും? -1 5 -2 അല്ലേ? അടുത്ത് 2 7 1, അടുത്ത് 3 9 1. ഇനി അടുത്ത് എന്ത് വേണം മക്കളെ? അടുത്ത് B ട്രാൻസ്പോസ് വേണം. അപ്പൊ B ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും വരുന്നത്? ഇതല്ലേ B. അപ്പോ അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. അതിന്റെ ട്രാൻസ്പോസ് അപ്പൊ എന്തായിരിക്കും വരുന്നത്? അപ്പൊ നമുക്കിനി B ട്രാൻസ്പോസും കൂടെ വേണം കേട്ടോ. അപ്പൊ നമുക്ക് ആ B ട്രാൻസ്പോസ് ഒന്ന് എഴുതി നോക്കാം. B ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും വരുന്നത്? -4 1 1. ഓക്കെ, -4 1 1. അടുത്ത് -1 2 3 1 2 3 -5 0 1 -5 0 1. ഓക്കെ, അപ്പോ A ട്രാൻസ്പോസുമായി B ട്രാൻസ്പോസുമായി ഇനി നമുക്ക് എന്താ ആവശ്യം? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്, അതായത് ഇവരുടെ സം കണ്ടുപിടിക്കണം. അപ്പൊ അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എങ്ങനെ വരും? നോക്കിക്കേ. -1 പ്ലസ് -4 -5, 5 പ്ലസ് 1 6, -2 പ്ലസ് 1 -1, 2 പ്ലസ് 1 3, 7 പ്ലസ് 2 9, 1 പ്ലസ് 3 4, 3 പ്ലസ് -5 -2, 9 പ്ലസ് 0 9, 1 പ്ലസ് 1 2. ഇനി നോക്കിക്കേ, ഇതിനെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ LHS ഇക്വേഷൻ നമ്പർ 1 ആയി, RHS ഇക്വേഷൻ നമ്പർ 2 ആയി. നോക്കിക്കേ, -5 6 -1 3 9 4 -2 9 2. എല്ലാ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ അല്ലേ? കറസ്പോണ്ടിങ് എലമെന്റ്സ് എല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറയാം. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഫ്രം 1 and 2, ഒന്നിൽ നിന്നും രണ്ടിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും A plus B the whole transpose. ഒന്നിൽ എന്താ പറഞ്ഞിട്ടുള്ളേ? A plus B the whole transpose. A plus B the whole transpose equals A transpose plus B transpose ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് കിടക്കാം. അടുത്തതും സെയിം ഇത് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. A minus B the whole transpose equal to A transpose minus B transpose. ഓക്കെ, അപ്പൊ നമ്മളുടെ സെയിം ചോദ്യങ്ങളാണ്. സെയിം ചോദ്യമല്ലേ മക്കളെ? ജസ്റ്റ് നോക്കിക്കേ. 1 2. ഓക്കെ, ചോദ്യം മാറിയിട്ടില്ല, സെയിം ചോദ്യം തന്നെ, അതിന്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ആവശ്യമുണ്ട്? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A minus B കണ്ടുപിടിക്കണം. എന്നിട്ട് A minus B ട്രാൻസ്പോസ് ഉണ്ട്, നേരത്തെ ചെയ്ത അതുപോലെ തന്നെ കേട്ടോ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നമുക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്ത് വരും? LHS എങ്ങനെ വരും? A ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A minus B കണ്ടുപിടിക്കണം. A minus B എങ്ങനെ വരും? നോക്കിക്കേ മക്കളെ. A minus B എന്ന് പറഞ്ഞാൽ ഇത് സബ്ട്രാക്ട് ചെയ്യുക. -1 minus of -4 plus 4 ആകും. സോ -1 plus 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 വരും. ഓക്കെ, അടുത്ത് 2 minus 1 1, 3 minus of minus plus ആകും. സോ 3 plus 5 എന്ന് പറയുന്നത് 8 ആയിരിക്കും. അടുത്ത് 5 minus 1 4, 7 minus 2 5, 9 minus 0 9, -2 minus 1 -3, 1 minus 3 -2, 1 minus 1 0. ഇനി നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഇതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. സോ A minus B the whole transpose. A minus B the whole transpose എങ്ങനെ വരും മക്കളെ? നോക്കിക്കേ. 2 4 -3, 1 5 -2, 1 5 -2, 8 9 0. ഓക്കെ, 8 9 0. ഇതിനെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത് നമുക്ക് എന്ത് വേണം? RHS വേണം. RHSൽ ആദ്യം A ട്രാൻസ്പോസും B ട്രാൻസ്പോസും വേണം. നമ്മൾ നേരത്തെ തന്നെ A ട്രാൻസ്പോസും B ട്രാൻസ്പോസും കണ്ടുപിടിച്ച് വെച്ചിരുന്നോണ്ട് അത് തന്നെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ. RHSൽ നമ്മൾ A ട്രാൻസ്പോസും B ട്രാൻസ്പോസും എന്ത് ചെയ്തു? നേരത്തെ ചോദ്യത്തിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാനത് എടുക്കുകയാണ്.
ഓക്കെ, ജസ്റ്റ് അതൊന്ന് നമുക്ക് എടുക്കുകയാണ്. എങ്ങനെ എടുക്കാം? കോപ്പി ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. സോ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ RHS എടുത്തിട്ടുണ്ട്. RHS A ട്രാൻസ്പോസും B ട്രാൻസ്പോസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് തന്നെ എന്ത് കണ്ടുപിടിക്കണം? A മൈനസ് ബി ദ A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ് എന്ത് വരും നോക്കിക്കേ? 1 മൈനസ് മൈനസ് 4 3 അല്ലേ? അടുത്ത് 5 മൈനസ് 1 4, 2 മൈനസ് മൈനസ് 1 മൈനസ് 3, 2 മൈനസ് 1 1, 7 മൈനസ് 2 5, 1 മൈനസ് 3 മൈനസ് 2. അടുത്ത് 3 മൈനസ് മൈനസ് 5 8, 9 മൈനസ് 0 9, 1 മൈനസ് 1 0. ഓക്കെ, ഇതിനെ നമുക്ക് എന്തെന്ന് മാർക്ക് ചെയ്യാം? നേരത്തെ പോലെ ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നോക്കിക്കേ, വെയിറ്റ് എ സെക്കൻഡ്. ഇവിടെ നമുക്ക് 3 ആണ് അല്ലേ വരുന്ന? 1 മൈനസ് ഇവിടെ നമുക്ക് വരുന്നത് 3 ആണ്. എഴുതിയൊന്ന് മാറിപ്പോയതാണ് പറഞ്ഞപ്പോ. ഓക്കെ, 1 മൈനസ് മൈനസ് 4 എന്തായി? +4. മൈനസ് 1 + 4 എന്താ വരുന്നേ? 3 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, 3 4 മൈനസ് 3, 1 5 മൈനസ് 2, 8 9 0. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇതില് A മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസിലെ എല്ലാ എലമെന്റ്സും A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസിലെ എല്ലാ എലമെന്റ്സും ആയിട്ടും ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ എന്ത് എഴുതാ ഇവിടെ? ഫ്രം 1 and 2. ഓക്കെ, ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? A മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽസ് A ട്രാൻസ്പോസ് മൈനസ് B ട്രാൻസ്പോസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെരിഫൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം LHS എടുക്കുന്നു. ഓക്കെ, അതിൽ നമ്മളുടെ ആവശ്യമുള്ള സാധനം കണ്ടുപിടിച്ച് വെക്കുന്നു. അടുത്ത RHS എടുക്കുന്നു, അത് കണ്ടുപിടിച്ച് വെക്കുന്നു. രണ്ടും തുല്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ്? സെയിം ചോദ്യം തന്നെയാണ്. A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. സോ നമ്മളുടെ ഏകദേശം നമ്മളുടെ എന്ത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാ? അപ്പൊ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എയും ബിയും ആണോ തന്നിട്ടുള്ളത്? അല്ല, A ട്രാൻസ്പോസും ബിയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണേ. ആദ്യം എന്ത് വേണം? എയും വേണം, ബിയും വേണം. അപ്പൊ നമുക്കിവിടെ LHS എടുക്കാം. LHS നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒന്ന് A കണ്ടുപിടിച്ച് നോക്കിയാലോ? ജസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് ഇവിടെ A ട്രാൻസ്പോസും ബിയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ A ഒന്ന് കണ്ടുപിടിച്ചേ. A എങ്ങനെ വരും? A എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതിന്റെ തന്നെ വീണ്ടും ട്രാൻസ്പോസ് എടുത്താൽ മതി അല്ലേ? അപ്പൊ 3 മൈനസ് 1 0. അടുത്ത് 4 2 1. ഓക്കെ, ഇനി B ട്രാൻസ്പോസ് എന്തായാലും ഇവിടെ തന്നെ നമുക്ക് B ട്രാൻസ്പോസും കൂടെ എന്തായാലും കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, B ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും വരുന്ന? B ട്രാൻസ്പോസ് നമുക്കറിയാം ഇത് 2/3 ആണ്. സോ നമുക്കിവിടെ B ട്രാൻസ്പോസ് വരുന്നത് എങ്ങനെയായിരിക്കും? 3/2 ആയിരിക്കും. ഓക്കെ, B ട്രാൻസ്പോസ് എങ്ങനെയായിരിക്കും വരുന്നത് നോക്കിക്കേ. -1 1 -1 1 2 2 1 3. ഓക്കെ, അപ്പൊ ഇതായിരിക്കും എന്ത് മക്കളെ? B ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പൊ എയും കണ്ടുപിടിച്ചു, B ട്രാൻസ്പോസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A പ്ലസ് B കണ്ടുപിടിക്കണം. അപ്പോ A പ്ലസ് ബി എങ്ങനെയായിരിക്കും വരുന്ന? A പ്ലസ് ബി എന്ന് പറയുന്നത് നമുക്കൊരു 2/3 മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, അവിടെ എങ്ങനെയായിരിക്കും വരുന്ന? 3 മൈനസ് 1 3 മൈനസ് 1 2 മൈനസ് 1 പ്ലസ് 2 മൈനസ് 1. ഓക്കെ, -1 + 2 എത്രയാണ്? 1 ആണ്. 0 + 1 1, 4 + 1 5, 2 + 2 4, 1 + 3 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് വരും? A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്പോസ് ആണ് വരുന്നത്. അതെങ്ങനെയായിരിക്കും? 2 5 1 4 1 4. ഇതെന്തെന്ന് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ? LHS. അടുത്ത് നമുക്കിനി RHS ആണ്. RHS എന്താ ഉള്ളത്? A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് ആണ്. സോ രണ്ടിന്റെയും ട്രാൻസ്പോസ് എടുക്കണം. A ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്, B ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 3 - 1 3 - 1 എത്ര വരും? 2 വരും.
ഓക്കെ, അടുത്ത് 4 + 1 5 വരും. -1 + 2 -1 + 2 എത്ര വരും? 1 വരും. മൈനസും പ്ലസും വന്നാൽ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കുക. ഇവിടെ 2 ആണ് വലുത്, അത് പോസിറ്റീവ് ആണ്, സോ 1 ആണ് വരുന്നത്. അടുത്ത് 2 + 2 എത്രയാ വരുന്നേ? 4 വരും. 0 + 1 1 വരും. 1 + 3 4 വരും. ഇതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ, സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് പറയാം? A + B the whole transpose equals A transpose plus B transpose എന്ന് പറയാം. ഇനി അടുത്തത് സെയിം ക്വസ്റ്റ്യൻ ആണോ? യെസ്, സെയിം മോഡലാണ്. A - B the whole transpose equal to A transpose minus B transpose ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ആരാവശ്യമുണ്ട്? എയും ബി ട്രാൻസ്പോസും ആ ചോദ്യത്തിൽ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊന്നും അപ്പുറത്തോട്ട് എടുക്കണേ. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ വരും? നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. സോറി, ഓക്കെ, എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പൊ എയും കിട്ടി, എന്തുണ്ട്? ബി ട്രാൻസ്പോസും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? LHS. ഓക്കെ, നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ, വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. അപ്പൊ LHS എങ്ങനെ വരും? LHSൽ ഏതാ? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? A - B കണ്ടുപിടിക്കണം. സോ A - B, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, A - B ആണ്, B - A അല്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് കളയരുത്. ഓക്കെ, അപ്പോൾ A - B ആണ് ചെയ്യേണ്ടത്. മറ്റേ അഡീഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും പ്രശ്നമൊന്നുമില്ല അല്ലേ? പക്ഷെ സബ്ട്രാക്ഷനിൽ തിരിച്ച് ചെയ്താൽ ചിഹ്നം മാറിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ A - B നിങ്ങൾ ഇങ്ങനെ എടുത്തെഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ എന്ത് ചെയ്യുക? എയും ബിയും A ട്രാൻസ്പോസ് B ട്രാൻസ്പോസ് അങ്ങനെ കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ B - A ചെയ്ത് കളയരുത്. ഓക്കെ, അപ്പോൾ A - B ആണ്. A - B എന്ത് വരും? ഒരു 2/3 മെട്രിക്സ് തന്നെ ആയിരിക്കും വരുന്നത്. നമുക്ക് നോക്കാം. 3 - -1 3 + 1 4. ഓക്കെ, -1 - 2 -3. 0 - 1 -1. 4 - 1 3. 2 - 2 0. 1 - 3 -2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A - B the whole transpose എന്ത് വരും? A - B the whole transpose 4 3 -3 0 -1 -2. ഇതിന് എന്തെന്ന് മാർക്ക് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ RHSൽ എന്താ വരുന്നേ? RHSൽ നമുക്ക് വേണ്ടത് A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ് ആണ്. സോ A ട്രാൻസ്പോസ് - B ട്രാൻസ്പോസ് എന്തായിരിക്കും വരുന്നത്? ഒരു 3/2 മെട്രിക്സ് ആയിരിക്കും അല്ലേ? അപ്പോ 3 - -1 3 + 1 4. 4 - 1 3. -1 -2 -3. 2 - 2 0. 0 - 1 -1. 1 - 3 -2. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മോഡൽ ആയതുകൊണ്ടാണ് സ്പീഡിന് പറഞ്ഞു പോയത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ? ഇക്വേഷൻ നമ്പർ ഇതിന് എന്തെന്ന് മാർക്ക് ചെയ്യാം? 2 എന്ന് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 സെയിം അല്ലേ? യെസ്, സെയിം ആണ്. സോ ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? A - B the whole transpose equal to A transpose minus B transpose എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താ? ഓക്കെ, അടുത്ത നമുക്ക് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യമാണ്. A ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താണ്? ഫൈൻഡ് A + 2B the whole transpose. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കുക വെച്ചാൽ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ A ട്രാൻസ്പോസ് ആദ്യം A കണ്ടുപിടിക്കുക, എന്നിട്ട് A + 2B കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ട്രാൻസ്പോസ് അഡീഷന്റെ അകത്ത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ മാറ്റം വരോ? ഇല്ല. സോ A ട്രാൻസ്പോസ് + 2B the whole ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പൊ 2B the whole ട്രാൻസ്പോസിന് നമുക്ക് എന്ത് എഴുതാം? 2B ട്രാൻസ്പോസ് എന്ന് എഴുതാം. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇഷ്ടമുള്ള ഏത് മെത്തേഡ് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഞാൻ നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം വരണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? A കണ്ടുപിടിക്കാം. A എങ്ങനെ വരും? A എന്ന് പറഞ്ഞാൽ -2 1 3 2.
ഓക്കെ, ഇതാണ് എ. ഇനി അടുത്ത് നമുക്ക് ആവശ്യമുള്ള ആരാ? 2b ആണ്. 2bയും കൂടെ കണ്ടുപിടിച്ച് വെക്കാം. 2b എങ്ങനെ വരും നോക്കിക്കേ. ഇതിനെല്ലാത്തിനെയും 2 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. സോ -2 0 2 4. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ a പ്ലസ് 2b എന്ത് വരും? a പ്ലസ് 2b ഈക്വൽ ടു ഇവർ തമ്മിൽ എന്ത് ചെയ്താൽ മതി? സം ചെയ്താൽ മതി. സോ -2 പ്ലസ് -2 -4, 1 പ്ലസ് 0 1, 3 പ്ലസ് 2 5, 2 പ്ലസ് 4 2 പ്ലസ് 4 6. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? a പ്ലസ് 2b ദ ഹോൾ ട്രാൻസ്പോസ്. ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി അല്ലേ? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എങ്ങനെ വരും? -4 5 1 6. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിൾ ചോദ്യമാണ്. ഇനി അല്ല ഇതിനകത്തോട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് a ട്രാൻസ്പോസ് പ്ലസ് 2b ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഫോർ ദ മെട്രിസസ് a ആൻഡ് b വെരിഫൈ ab ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു b ട്രാൻസ്പോസ് a ട്രാൻസ്പോസ്. ab ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് b ട്രാൻസ്പോസ് a ട്രാൻസ്പോസ് ആണെന്ന് വെരിഫൈ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് LHS എടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്തെടുക്കാം? LHS എടുക്കാം. LHS എന്താ കണ്ടുപിടിക്കേണ്ടത്? ab ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പൊ ആദ്യം ab കണ്ടുപിടിക്കാം അല്ലേ? ab എത്ര ഓർഡർ ഉള്ള മെട്രിക്സ് ആയിരിക്കും വരുന്നത് നോക്കിക്കേ. ഇതെന്ന് പറയുന്നത് ഒരു 3/1 ആണ്. ഇതെന്താണ്? 1/3 ആണ്. സോ ab എന്തായിരിക്കും? ab പോസിബിൾ ആകുമോ? ആകും. 1 ഉം 1 ഉം ആണ് അല്ലേ? അപ്പൊ പോസിബിൾ ആകും. ഇനി ab യുടെ ഓർഡർ എന്തായിരിക്കും? 3/3 ആയിരിക്കും. അതായത് ഓരോ എലമെന്റ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ. വേറെ നമ്മൾ അഡീഷൻ സെപ്പറേറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ടി വരില്ല. ഈസി ആയിട്ട് ഉത്തരം കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. 1 ടൈംസ് -1 -1, 1 ടൈംസ് 2 2, 1. ഓക്കെ, കാരണം ഒരു എലമെന്റേ ഉള്ളൂ. താഴോട്ട് നമുക്ക് ചെയ്ത ആൾക്കാരുണ്ടോ? ഇല്ല. ഇത് -4 ടൈംസ് -1 4, -4 ടൈംസ് 2 -8, -4 ടൈംസ് 1 -4. അടുത്ത് 3 ടൈംസ് -1 -3, 3 ടൈംസ് 2 6, 3 ടൈംസ് 1 3. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തിരി എന്താ നമുക്ക് വേണ്ടത്? ab ദ ഹോൾ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ab ദ ഹോൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ab ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് വരും? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക. സോ -1 4 -3, 2 -8 6, 1 -4 3. ഇതിന് ഇക്വേഷൻ നമ്പർ 1 നേരത്തെ ചെയ്തതുപോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് എന്ത് വേണം? b ട്രാൻസ്പോസ് a ട്രാൻസ്പോസ് വേണം. അപ്പൊ നമുക്ക് b ട്രാൻസ്പോസ് ആദ്യം കണ്ടുപിടിക്കാം, എന്നിട്ട് a ട്രാൻസ്പോസ് കണ്ടുപിടിക്കാം. അപ്പൊ b ട്രാൻസ്പോസ് എങ്ങനെ വരും മക്കളെ? b എന്ന് പറയുന്ന ഒരു റോ മെട്രിക്സ് ആണ്. അപ്പൊ b ട്രാൻസ്പോസ് എന്തായിരിക്കും? ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. -1 2 1 ആയിരിക്കും b ട്രാൻസ്പോസ് വരുന്നത്. അടുത്ത് a ട്രാൻസ്പോസ് എങ്ങനെ വരും മക്കളെ? a ട്രാൻസ്പോസ് ഒരു കോളം മെട്രിക്സ് ആയിരുന്നു. അപ്പൊ അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒരു റോ മെട്രിക്സ് ആയിരിക്കും വരുന്നത്. 1 -4 3, 1 -4 3. നിങ്ങൾ മെട്രിക്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ, നമുക്കറിയാതെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമയൊക്കെ ഇടാൻ തോന്നും. കോമയൊന്നും ഇടരുത്. ജസ്റ്റ് സ്പേസ്, ബ്ലാങ്ക് സ്പേസ് കുറച്ചൊന്ന് വിട്ടാൽ മതിയാവും. എന്നും വെച്ച് ഏക്കർ കണക്കിന് ഡിസ്റ്റൻസ് ഒന്നും വിട്ട് കളയരുത്. ഒന്ന് എഴുതിയിട്ട് കുറേ ദൂരം കഴിഞ്ഞ് അടുത്തൊന്നും എഴുതരുത്. അത്യാവശ്യം ഒരു നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിക്കുള്ള ചെറിയൊരു സ്പേസ് വിടുക. ഓക്കെ, അടുത്തിനി എന്ത് ചെയ്യണം? നമ്മളുടെ RHS. ഓക്കെ, RHS എന്താ പറഞ്ഞിട്ടുള്ളത്? RHS പറഞ്ഞിട്ടുള്ളത് b ട്രാൻസ്പോസ് a ട്രാൻസ്പോസ് ആണ്. ഓക്കെ, b ട്രാൻസ്പോസ് ടൈംസ് a ട്രാൻസ്പോസ്. അതെങ്ങനെയായിരിക്കും വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇതിന്റെ ഓർഡർ ഒരു 3/1 ആണ്. ഇതിന്റെ ഓർഡർ എന്താണ്? ഒരു 1/3 ആണ്. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആകും. 3/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ b ട്രാൻസ്പോസ് a ട്രാൻസ്പോസ് ഒന്ന് ചെയ്ത് നോക്കിക്കേ. 3/3 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 3/3 ആയിരിക്കും. -1 ടൈംസ് ആണ് വരുന്നത്. സോ -1 4 -3. അടുത്ത് 2 ടൈംസ് ആണ് വരുന്നത്. സോ 2 -8 6. അടുത്ത് 1 ടൈംസ് ആണ് വരുന്നത്. സോ 1 -4 3. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞു കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ. -1 -1, 4 4 -3 -3, 2 2 -8 6 6, 1 1 -4 -4 3 3. സെയിം അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2. ഓക്കെ,
എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്താ വന്നേ? എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് ആണോ? അല്ല, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അത് തിരിച്ചു വരും. ഓക്കെ, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്തായിട്ട് മാറും? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെയിം ഇത് തന്നെ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് അടുത്തൊരു മെട്രിക്സ് വെച്ച് വെരിഫൈ ചെയ്യാനാണ്. സെയിം മോഡൽ ടൈപ്പ് മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? LHS എടുക്കാം. LHSൽ നമുക്ക് എന്താ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? എ ബി ആദ്യം കണ്ടുപിടിക്കണം. എ ബി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ വരും മക്കളെ? നോക്കിക്കേ, 0 ആണ്. സോ 0 0 0. അടുത്ത് 1 ആണ്. സോ 1 5 7. 2 ആണ്. 2 10 14. നേരത്തെ പറഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ സ്പീഡിന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഈ ഒരു മൾട്ടിപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ റോ കൊണ്ട് ആദ്യത്തെ കോളം, ആദ്യത്തെ റോ കൊണ്ട് രണ്ടാമത്തെ കോളം. ഇവിടെ കോളത്തിൻ്റെ റോയിലൊക്കെ ഒരാളെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയറക്റ്റ് ആ മൾട്ടിപ്ലിക്കേഷൻ എഴുതി വെക്കുന്നത് കേട്ടോ. ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഇനി എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് വരും? 0 0 0 1 5 7 2 10 14. ഇതല്ലേ വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും കണ്ടുപിടിക്കണം. സോ ബി ട്രാൻസ്പോസ്, ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ് ആ ഓർഡറിൽ എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസി ആണ്. നിങ്ങളിവിടെ എ ട്രാൻസ്പോസ് എഴുതിയിട്ട് ബി ട്രാൻസ്പോസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോരുത്. ആദ്യം ബിയിൽ നിന്ന് വേണം എ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഇതെങ്ങനെ വരും? 1 5 7. അടുത്ത് എ ട്രാൻസ്പോസ് എന്തായിരിക്കും വരുന്ന? 0 1 2 0 1 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ട്രാൻസ്പോസ് നമ്മളുടെ RHS എന്താണ് മക്കളെ? RHS എന്താണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എങ്ങനെ വരും? 1 കൊണ്ടാണ്. സോ 0 1 2. 5 കൊണ്ടാണ്. 0 5 10. 7 കൊണ്ടാണ്. 0 7 14. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 നോക്കിക്കേ. 0 1 2 0 5 10 0 7 14. സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫ്രം 1 and 2. 1 and 2 എന്താ മക്കളെ? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കേ. എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്താ വെരിഫൈ ചെയ്യാൻ ചോദിച്ചേ? എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന ഐ ആണെന്ന് വെരിഫൈ ചെയ്യാനാണ് ചോദിച്ചത്. ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്കറിയാം, എ ട്രാൻസ്പോസ് എ എപ്പോഴും ഐ ആകണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ഐ അല്ലാത്ത വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെട്രിക്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ പറ്റൂലല്ലോ എന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഈ എക്സാമ്പിളിൽ ഇത് പോസിബിൾ ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അല്ലാതെ ഓവറോൾ പ്രൂഫോ തിയറമോ കാര്യങ്ങളോ ഒന്നും അല്ല അത് പറയുന്നത്. ഇത് വേറൊരു എക്സാമ്പിൾ വെച്ച് ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ജനറലായിട്ട് ഇത് നമുക്ക് എപ്പോഴും ട്രൂ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. എ ഇൻറ്റു സം ബി എന്ന് പറഞ്ഞ ഐ വന്നാൽ അതിനർത്ഥം എന്താണ്? അത് അതിൻ്റെ ഇൻവേഴ്സ് ആണെന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെന്നാണ് കാണിക്കേണ്ടത് ആക്ച്വലി. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് എന്തായിരിക്കും വരുന്ന? കോസ് തീറ്റ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. ഓക്കെ, അടുത്ത് സൈൻ ആൽഫ കോസ് ആൽഫ. ഇതാണ് എന്ത്? നമ്മളുടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം. എ എന്ന് നമുക്ക് എഴുതി നോക്കാം. എ എങ്ങനെയായിരിക്കും എന്ന് എ കണ്ടുപിടിക്കേണ്ട. എ ഒന്നും കൂടെ എടുത്ത് എഴുതുന്നതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. എങ്ങനെ വരും? കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? എ ട്രാൻസ്പോസ് എ ചെയ്ത് നോക്കാം. എ ട്രാൻസ്പോസ് എ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അല്ലേ? സോ കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ എന്താ? കോസ് സ്ക്വയർ ആൽഫ. അടുത്ത് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. മൈനസ് സൈൻ ആൽഫ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും.
സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ എന്താകും? സൈൻ സ്ക്വയർ ആൽഫ. സോ നമുക്ക് ആദ്യത്തെ എലമെന്റ് എന്താണ് വരുന്നത്? കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ ആണ് വരുന്നത്. അടുത്ത എലമെന്റ് എങ്ങനെ വരും? കോസ് ആൽഫ സൈൻ ആൽഫ, കോസ് ആൽഫ സൈൻ ആൽഫ, അടുത്ത് മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ, മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അടുത്ത് ഇവിടെ എന്ത് വരും? സൈൻ ആൽഫ കോസ് ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ, ഓക്കെ, മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ, മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. അടുത്ത് എന്ത് വരും? സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ, കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ. സോ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. നമുക്കറിയാം അല്ലേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. സോ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ 1 ആണ്, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1 ആണ്. സോ ഈ ഡയഗണൽ എലമെന്റ്സ് 1 ആയി. ഇനി ഇവിടെ നോക്കിക്കേ, കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ, ഇതിന്റെ നെഗറ്റീവ് ആണ് അത്. അപ്പൊ രണ്ടും കൂടെ വെട്ടിപ്പോയിട്ട് 0 കിട്ടും അല്ലേ? സെയിം അല്ലേ ഇവിടെയും? സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ, അപ്പൊ അതും വെട്ടിപ്പോയിട്ട് എന്ത് കിട്ടും? 0 കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ചാൽ മതിയാ, ഇതെന്താണ്? കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ സൈൻ ആൽഫ മൈനസ് ആൽഫ, സൈൻ ആൽഫ മൈനസ് ആൽഫ എന്താണ്? സൈൻ 0. സൈൻ 0 ആണ്. അത്രയൊന്നും കാടുകയറിപ്പോണ്ട, ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ഒരു രസത്തിന് ഓളത്തിന് നമ്മൾ പറഞ്ഞു പോയതാണ്. കാരണം നിങ്ങൾ ഇവിടെ പൊസിഷൻ മാറി കിടക്കില്ലേ സാറേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചാൽ ആ രീതിക്കും നിങ്ങൾക്ക് ചിന്തിക്കാമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ നമുക്ക് അതൊന്നും വേണ്ട. കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് പറഞ്ഞാലും സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം ആണ്. മൾട്ടിപ്ലിക്കേഷൻ, ട്രിഗണോമെട്രിയിൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നും പ്രശ്നമില്ല. ഇതെന്തും തന്നെയാണ്? കോസ് ആൽഫ സൈൻ ആൽഫയാണ്. അപ്പൊ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ 0. അതേ ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു, നമുക്കറിയാം കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ 1 ആണ്. ഇവിടെ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് 0 കിട്ടും. ഇവിടെ അതുപോലെ ക്യാൻസൽ ആയി പോയിട്ട് 0 കിട്ടും. സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫയും 1 ആണ്. ഓക്കെ, ഇതെന്തായിരുന്നു? എ ട്രാൻസ്പോസ് എ ആയിരുന്നു. ഇതെന്ത് മെട്രിക്സ് ആണ് മക്കളെ? 1 0 0 1. ഇറ്റ്സ് നത്തിങ് ബട്ട് I2 അല്ലേ? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. അപ്പൊ നമുക്കിവിടെ ലാസ്റ്റ് എന്ത് എഴുതാം? ഹെൻസ് വെരിഫൈഡ്. പ്രൂവ്ഡ് എന്ന് എഴുതി കളയരുത്. പ്രൂവ് അല്ല നമ്മൾ ചെയ്ത, വെരിഫൈ ആണ് ചെയ്തത്. ഓക്കെ, പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ അത് വരുന്ന എല്ലാത്തിനും അത് ട്രൂ ആണെന്നുള്ളത് നമ്മൾ ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും അല്ല ചെയ്ത്, ജസ്റ്റ് വെരിഫൈ ചെയ്തു. അടുത്ത ചോദ്യം സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ല, പൊസിഷൻ മാറി നോക്കിയേ. കോസ് ആൽഫ സൈൻ ആൽഫ ആയിരുന്നു. ഇവിടെ എന്ത് വന്നു? സൈൻ ആൽഫ കോസ് ആൽഫ. ജസ്റ്റ് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അതും അപ്പൊ ഇങ്ങനെയാണ് വരുന്നതെന്ന് കാണിക്കുക. സെയിം മോഡൽ നമുക്ക് എന്ത് ചെയ്യാം? എ ട്രാൻസ്പോസ് ആദ്യം കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് എന്ത് വരും? സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ, ഓക്കെ, കോസ് ആൽഫ സൈൻ ആൽഫ. ഇനി നമുക്ക് എ ഉണ്ട്, അത് ഞാൻ അടുത്ത് എഴുതുന്നില്ല, കഴിഞ്ഞ നമ്മൾ എഴുതിയതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ ട്രാൻസ്പോസ് എ കണ്ടുപിടിക്കണം. എ ട്രാൻസ്പോസ് എ എങ്ങനെ വരും? സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ, ഓക്കെ, ഇനി മൈനസ് കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. നിങ്ങൾ കൺഫ്യൂഷൻ വരയ്ക്കാൻ വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം ഇവിടെ. നമുക്കത് എടുത്തോണ്ട് സാറെന്തോ എടുത്തതെന്തോ മാറിയും തിരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് തോന്നൽ വരാതിരിക്കാനാണ് ഒന്നും കൂടെ എഴുതുന്നത്. സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്നോ, അടുത്ത് സൈൻ ആൽഫ കോസ് ആൽഫ, അടുത്ത് എന്തുണ്ട്? മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ തന്നെയാണ് അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ മാറ്റി എഴുതുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? ഇല്ല. അടുത്ത് ഇവിടെ എന്ത് വരും? കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ്, ഓക്കെ, മൈനസ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആകും. സോ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ അഥവാ കോസ് ആൽഫ സൈൻ ആൽഫ. തിരിച്ചെഴുതുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടുത്ത് ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും? കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ, സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ. സോ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ പൊസിഷൻസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും? സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ 1 ആണ്. ഇവിടെ രണ്ടും കൂടെ വെട്ടിപ്പോയിട്ട് നമുക്ക് 0 കിട്ടും. ഇവിടെ അതുപോലെ 0 കിട്ടും.
cos square alpha plus sin square alpha 1 ആണ്, which is nothing but I. So A transpose A എന്ന് പറയുന്നത് എന്ത് കിട്ടി? I എന്ന് പറഞ്ഞു കിട്ടി. Hence verified.